നമുക്ക് ആ കുടുംബത്തിനകത്ത് എന്റെ ഭവനത്തെ എനിക്ക് പണിയാൻ പറ്റുന്നത്. സ്വതന്ത്രം. അത് മാത്രമല്ല നമ്മളിവിടെ വായിക്കുന്നു കൊളേസിയൻസ് 3:19 കൂടെ വായിച്ചേ. കൊളേസിയൻസ് 3:19. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. ഭർത്താക്കന്മാരായിരുന്നു ഭാര്യമാരാവോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിന് കയ്പ് അങ്ങനെയാണോ? അങ്ങനെയാണ് സിസ്റ്റർ. നമ്മളെല്ലാവരും എന്തുമാണ്? ആണില്ല, പെണ്ണില്ല, യഹൂദനില്ല, ദൈവത്തിന് മുമ്പ് എന്തുമാണ്? ഈക്വൽ ആണ്. അപ്പൊ വീണ്ടും വായിച്ചാട്ടെ, സഹോദരന്മാർ വായിച്ചാട്ടെ. ശക്തമായിട്ട് വായിക്കുന്നുള്ളൂ. ഈ ശബ്ദം ഇതുവരെ ഉണ്ടായില്ല. ഭർത്താക്കന്മാരെ അവരോട് കയ്പായിരിക്കുകയും ആരാത് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല ഇല്ല സാർ. ഫോണിലൊക്കെ വിളിക്കുമ്പോ എന്തേലും വളരെ സ്നേഹത്തോടെ സംസാരിക്കും. ഓക്കെ, എല്ലാ കയ്പും യേശു ക്രിസ്തു നാമത്തിൽ എന്തേലും എടുത്ത് കളഞ്ഞേക്കും. അപ്പൊ എങ്ങനെയും അപ്പൊ ആ കയ്പ് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല അല്ലേ? ഏതെങ്കിലും ഒരു ചെറിയ ആർഗ്യുമെന്റ് വരുമ്പോ അപ്പൊ തന്നെ സ്നേഹം എല്ലാം പോകും. ചെറിയ ഒരു ആർഗ്യുമെന്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒരു എന്തുവാ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പാടില്ല. ഒരു ആർഗ്യുമെന്റ്, ഒരു ചെറിയ കാര്യത്തില് ഡിസ്അഗ്രിമെന്റിന് വെക്കാം. ഓക്കെ, അതിനെങ്ങോട്ട് ആകുമ്പോ എന്ത് ചെയ്യത്തില്ല, പിന്നെ ഒരു സ്നേഹമല്ല ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഒരാൾ ഇങ്ങോട്ട് പോകും, ഒരാൾ അങ്ങോട്ട് പോകും, ഒരാൾ ബാഗ് എടുത്തുകൊണ്ട് ജോലിക്ക് പോകും, ഒരാൾ ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പൊ അങ്ങനെയല്ല അല്ലേ? പ്രൈസിലാണ്. അപ്പോ ഇതുപോലത്തെ അതാണ് പിശാച് എപ്പോഴും ഇങ്ങനെ കൂടി നിൽക്കും. ഈ ഭവനം പണിയുന്നത് പോലെ ഈ ഈ മേസന്മാരുടെ കൂടെ ഒരാളിരിക്കും അല്ലേ? എന്താ ചിന്നാളെന്ന് പറയുന്നില്ലേ? ഹെൽപ്പർ. അപ്പൊ ഹെൽപ്പറിന്റെ ജോലി ഈ ഇഷ്ടി അടുത്ത് കയ്യിൽ കൊടുക്കും. പുള്ളി മേശ ഇങ്ങോട്ട് കൈമാറ്റം കാണിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടി അടുത്ത് പുള്ളിയുടെ കയ്യിൽ കൊടുക്കും. പുള്ളി അതെടുത്ത് ടക്ക് ടക്ക് വെച്ച് അവിടെ വയ്ക്കും ഇല്ലേ? പക്ഷെ പുള്ളി കൂടുതൽ നോക്കത്തില്ല, ആരും മേശൻ കൂടുതൽ നോക്കത്തില്ല. അപ്പൊ അങ്ങനെ കൂടെ ഇരുന്ന് ഹെൽപ്പറ് ഇവനക്ക് ആ ബ്രിക്ക് കൊടുത്ത് സഹായിക്കുന്നത് പോലെ ആരുണ്ട് നമ്മളെ കൊടുക്കാൻ? പിശാച് നിൽക്കും. എപ്പോഴാ എന്റെ കല്ല് ഇവന്റെ കയ്യിൽ കൊടുക്കാൻ അല്ലേ? അവന്റെ കല്ല് എന്തുമായിരിക്കും? ഇതുപോലെ സ്നേഹിക്കാൻ പറ്റാത്ത കല്ല്, പ്രശ്നം ഉണ്ടാക്കാനുള്ള കല്ല് ഇല്ലേ? ഇല്ല സൺഡേ ഇടാനുള്ള കല്ല്. അപ്പൊ ഇങ്ങനെ അവൻ പിശാച് എപ്പോഴും ഇങ്ങനെ അവസരം നോക്കി നിൽക്കും. നമ്മുടെ കൂട്ടാളിയല്ല, പക്ഷേ ഈ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഭവനം പണിയാൻ നമ്മൾ ചെയ്യുമ്പോൾ